മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ സദ്യ കഴിക്കുക എന്ന് പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ബട്ട് നമുക്കത് എപ്പോഴും കിട്ടില്ല. കാരണം നമുക്കത് കുറച്ച് സമയം എടുത്തിട്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വീട്ടിൽ പെട്ടെന്ന് നമുക്കൊരു സദ്യ കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ ഫ്രഷ് ടു ഹോം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഫ്രീസറായിട്ടുള്ള സദ്യ കിറ്റ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി വന്നത് താഴേക്കാണ് അവർ എല്ലാ സാധനങ്ങളും അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കേരള സദ്യയുടെ ഒരു ലിസ്റ്റ് അവർ തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇതിലുള്ളത്, ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ 2 പപ്പടം കിട്ടുന്നുണ്ട്, 2 പേപ്പർ വാഴയിലയും കിട്ടുന്നുണ്ട്. സദ്യയിൽ നമുക്ക് 2 പേപ്പർ വാഴയില വരുന്നുണ്ട്, പിന്നെ 2 പപ്പടം വരുന്നുണ്ട്. പപ്പടം നമ്മൾ തന്നെ വറുത്ത് കഴിക്കണം, ഫ്രീസറല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, ഈ വാക്വം ജാക്ക് ഫ്രൂട്ട് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പൈനാപ്പിൾ കറിയും നല്ലതായിരുന്നു. മാംഗോ പിക്കിൾ അത്ര പോരാ, ലെമൺ പിക്കിൾ അടിപൊളിയായിരുന്നു, ഇത് അത്രയ്ക്ക് പോരാ. ഇതും ഓക്കെയാണ്. ഇതിൽ എനിക്ക് ഇത്തിരി സ്മെല്ല് വ്യത്യാസം വന്നപ്പോൾ ഞാനത് ഉപയോഗിച്ചില്ല. ബാക്കി ഈ കാണുന്ന 4 ഐറ്റംസും അടിപൊളിയാണ് കേട്ടോ. പൈനാപ്പിൾ പച്ചടി അടിപൊളിയാണ്, പിന്നെ കൂട്ടുകറി അടിപൊളിയാണ്, ഓലൻ പരിപ്പ് അതെല്ലാം അടിപൊളിയാണ്. പിന്നെ അടുത്ത കലവറയിലേക്ക് നമ്മൾ പോകുമ്പോൾ നിലവറയിലേക്ക് പോകുമ്പോൾ സാമ്പാറും നന്നായിട്ടുണ്ട്. പിന്നെ പരിപ്പ് പായസം ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഈ 2 പായസം അടിപൊളിയാണ് കേട്ടോ. പിന്നെ അവിയൽ എനിക്ക് കുറച്ച് പാനിൽ ചൂടാക്കുമ്പോൾ കുറച്ച് കുഴഞ്ഞു പോണ പോലെ എനിക്ക് ഫീൽ ഉണ്ടായിരുന്നു. ഓവനിലാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഈ കാണുന്ന 2 സെറ്റ് റൈസ് നമുക്കുണ്ട്. ഇത് നമുക്ക് ഒന്നെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ റൈസ് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾ വാർത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കറികളാണ് നമുക്ക് വരുന്നത്. നമുക്കൊരു പെട്ടെന്നൊരു സദ്യ വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു സർപ്രൈസ് സദ്യയായിട്ട് ആരെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം സദ്യ കഴിക്കാൻ തോന്നി, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഓലൻ ഞാൻ തുറന്ന് കാണിക്കാം. ഇതിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നല്ല ഫ്രീസ്ഡായിട്ട് ആണ് വരുന്നത്. കണ്ടോ, ഇത് അത്രയും നല്ല ഐസാണ്, നല്ല ഫ്രീസറാണത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചൂടാക്കി കഴിക്കുക, അല്ലെങ്കിൽ ഓവനിൽ വെച്ച് ചൂടാക്കുക. അപ്പോൾ ഇതാണ് സദ്യ. സോ ഞാൻ തറലി എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.